ഒരു മുംബൈയിലാണെങ്കിൽ വൈജയന്തിയെ നാണം കെടുത്തുന്ന ബാലചന്ദ്രനെ കാണാനായിട്ട് സാധിക്കും. അടുക്കളയിലാണെങ്കിൽ നമ്മുടെ കുട്ടികൾ, അതായത് സഹോദരങ്ങൾ, നല്ല രീതിയിൽ തന്നെ പാചകവും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്ന് കാണാം. അവരുടെ ഒരു ഒത്തൊരുമ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതെല്ലാം മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന നമ്മുടെ വൈജയന്തി കാണുകയാണ് എന്ന് കാണാൻ സാധിക്കുന്നു. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ ചെന്ന് ചോദിക്കുകയാണ്, എന്താ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, അമ്മയ്ക്ക് കണ്ടൂടെ ഞങ്ങൾ പാചകം ചെയ്യാണ് എന്ന് പറയുമ്പോൾ, അതിന് നിങ്ങൾ എന്തിട്ട് പാചകം ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ അലീന ചേച്ചിയിൽ നിന്നും കുറേയൊക്കെ പഠിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ നല്ല സൂപ്പറായിട്ട് പാചകം ചെയ്യുമെന്നും പറയുന്നത് കാണാൻ സാധിക്കും. സൂപ്പറായിട്ട് പാചകം ചെയ്യണ് അലീന, ആ നാശം പോയല്ലോ, പകുതി സമാധാനമായി എന്ന് നമ്മുടെ വൈജയന്തി പറയുകയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ബബിതയാണെങ്കിൽ ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടാവണ്ട, വെറുതെ തല്ല് പിടിക്കണ്ട എന്ന് വിചാരിച്ചാണ് ബബിത ഒന്നും പറയാത്തത് എന്ന് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, എന്തായാലും ഒരു ജോലിക്കാരിയെ വെച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ, ചിന്തിച്ചുകൊണ്ട് തന്നെ നമ്മുടെ വൈജയന്തിയാണെങ്കിൽ ബാലചന്ദ്രൻ വരുന്നതും നോക്കി കാത്തു നിൽക്കുന്നൊരു കാഴ്ച കാണാൻ കഴിയും. അങ്ങനെ ബാലചന്ദ്രൻ വരികയാണ്. ബാലചന്ദ്രനോട് നമ്മുടെ വൈജയന്തിയാണെങ്കിൽ തനിക്കൊരു പുതിയ മോഡൽ കാറ് വേണമെന്നും അതിന് തന്നെ ഒന്ന് സഹായിക്കണമെന്നും പറയുമ്പോൾ, എന്നിട്ട് പൈസയൊന്നും നിനക്ക് വേണ്ടി ചിലവാക്കാൻ എൻ്റെ കയ്യിലില്ല എന്ന് ബാലചന്ദ്രൻ പറയുമ്പോൾ, പൈസയും കാര്യങ്ങളോ ഒന്നും അല്ല, എനിക്ക് നിങ്ങളൊന്ന് ജാമ്യം നിന്നാൽ മാത്രം മതി എന്ന് പറയുമ്പോൾ, ജാമ്യോ, നിൻ്റെ കൂടെ പോലും നിൽക്കുന്നത് എനിക്ക് വളരെ അറപ്പാണ്, വെറുപ്പാണ് എന്ന് നമ്മുടെ ബാലചന്ദ്രൻ പറയുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ വൈജയന്തി ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ പ്രശ്നം, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എന്നോട് പെരുമാറുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട ഒരു ജന്തുവിൻ്റെ കൂടെ, ഒരു ദുഷിച്ച സ്വഭാവമുള്ളവരുടെ കൂടെ താമസിക്കാൻ വരെ എനിക്ക് ബുദ്ധിമുട്ടാണ്. നീ നിൻ്റെ വീട്ടുകാരോട് പറഞ്ഞ് അത് ജാമ്യം നിൽക്കാൻ എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. ഇതേ സമയം ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോഴാണെങ്കിൽ നമ്മുടെ വൈജയന്തി മെല്ലെ പറയാണ്, അതായത് എനിക്കൊരു ജോലിക്കാരിയെ വേണമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നു. ഇതേ സമയം നിനക്ക് ജോലിക്കാരിയല്ല, ആരെയും തരില്ല എന്ന് പറയാണ്. അലീനയ്ക്ക് പകരം എനിക്ക് വേണമെന്ന് പറയുമ്പോൾ, അലീനയ്ക്ക് പകരം നീ വല്ല കുഞ്ഞുമോളെയോ ആരെയാന്ന് വെച്ചാൽ നീ വിളിച്ചു കൊണ്ടുപോരെ, ഒരു പ്രശ്നവുമില്ല, പക്ഷേ ഞാൻ പൈസ കൊടുക്കില്ല, നീ നിൻ്റെ ചിലവിൽ നിർത്തിക്കൊള്ളണമെന്ന് പറയുന്നു. കൂടാതെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു ജോലിക്കാരിയുടെ ആവശ്യകതയുമില്ല. എൻ്റെ മക്കൾക്ക് നല്ല രീതിയിൽ തന്നെ പാചകം ചെയ്യാനൊക്കെ ആയിട്ടറിയാം, അവർ വെച്ചോളും, നീ വിചാരിച്ച കാര്യത്തിലൊന്നും ഇടപെടാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞ് കളിയാക്കുന്നതും കാണാൻ സാധിക്കുന്നു. പ്രേക്ഷകരെ, കൂട്ടുകാരെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.